ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ചില സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ 4 അരിക വശങ്ങളും നമ്മൾ വെറുതെ കളയും. ചിലപ്പോൾ ചിലരൊക്കെ വെറുതെ കളയും, ചിലരത് യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പം ഞാൻ കളയല്ലാട്ടോ ചെയ്യാറ്, ഞാനത് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാറ്. എന്നാലും ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്താലും ചിലപ്പോൾ ഒക്കെ അത് കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലെ സ്നാക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്നാക്ക് നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ചൂടോട് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അരികവശം ഇല്ല, ബ്രെഡ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ അങ്ങ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് മൈദയാണ് കേട്ടോ. മൈദ ഒരു 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ്, മുളക് ക്രഷ് ചെയ്തത്, അത് 1.5 ടീസ്പൂണ്. അപ്പോൾ മുളക് ക്രഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചാറ്റ് മസാലയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചാറ്റ് മസാലയുടെ ഫ്ലേവർ അതിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം, പക്ഷേ ചിലപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഞാനിവിടെ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല തിക്കായിട്ടുള്ള ബാറ്ററും ആവരുത്, ഇതുപോലെ ആവണം ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. നല്ല ലൂസും ആവരുത്, നല്ല തിക്കും ആവരുത്. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് പൊടിച്ച് വെച്ചതും ഇവിടെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ അരികവശം പൊടിച്ചിട്ട് ചൂടാക്കിയിട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഇതാണ്, നമ്മൾ ക്രിസ്പിനെസ് ആയി കിട്ടും. ഇതുപോലെ ബ്രെഡ് പൊടിച്ചിട്ട് ചൂടാക്കി വെക്കുക. നമ്മൾ റസ്ക് പൊടിയിലാരൊക്കെ നല്ലത് ബ്രെഡ് പൊടിച്ചിട്ട് ചൂടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഓയിൽ അങ്ങ് ചൂടാക്കി എടുക്കാം. നല്ല ചൂടായി വരണം കേട്ടോ നമ്മുടെ ഓയിൽ. നല്ല ചൂടായ ഓയിലിലേക്കാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്ററിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഓരോ നമ്മുടെ ബ്രെഡിൻ്റെ എഡ്ജ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിൽ അങ്ങ് കോട്ട് ചെയ്യുക. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്ത് കോരണം. എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ല എണ്ണ കുടിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. ഒട്ടൊന്നുമല്ല, കുറച്ചൊക്കെ എണ്ണയിൽ ഉള്ള പലഹാരമല്ലേ, കുറച്ചൊക്കെ എണ്ണ കുടിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്താൽ കൂടുതലൊന്നും എണ്ണ കുടിക്കില്ല. എന്നാലും നമ്മുടെ ബ്രെഡ് നല്ല ഫ്രൈ ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ അത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന്, കൂടുതൽ വേവേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഉൾഭാഗത്തേക്കൊന്നും നമ്മുടെ മാവില്ല, പുറമേ ഒരു കോട്ടിങ്ങിന് മാത്രമേ മാവുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതലും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് ചെയ്യുക. അപ്പോൾ ബ്രെഡിൻ്റെ എന്ത് സ്നാക്സ് ഉണ്ടെങ്കിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് കുടിക്കും. ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് വറുത്ത് കോരണം. അപ്പോൾ നമ്മുടെ കിഡ്ലൻ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വേറെ ഉള്ളി, അരി അങ്ങനത്തെ ഒന്നും വേണ്ട ഈ ഒരു സ്നാക്കിന്. പെട്ടെന്ന് മസാലപ്പൊടികളും മാവൊക്കെ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇവിടെ മോക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാകുമ്പോൾ ബ്രെഡ് ലെഫ്റ്റ് ഓവർ ബ്രെഡ് എഡ്ജസ് തന്നെ വേണമെന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ. അതുപോലെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വെറുതെ കളയണ്ടല്ലോ. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.